എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ പ്രിൻസിപ്പൽ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് പോലും അവരുടെ ആ നിലപാടിനെതിരെ എതിർപ്പുണ്ടായി. തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള തീവ്രവാദ സംഘടനയായിട്ടുള്ള കാസ പോലുള്ള അല്ലെങ്കിൽ അതിന്റെ ചില പ്രവർത്തകർ അവരുടെ ഭാഗത്തു നിന്ന് മാത്രമാണ് ഈ പ്രിൻസിപ്പലിന്റെ നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്കൂളിന്റെ നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് ചില പ്രതികരണങ്ങൾ ഉണ്ടായത്. മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് ചില വയോധികരുടെ ഭാഗത്തു നിന്നൊക്കെ അവരൊരിക്കലും അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. എന്തിനാണ് ഹിജാബിനെ ഇത്ര ഭയപ്പെടുന്നത്? ശിരോവസ്ത്രം ധരിച്ച കന്യാസ്ത്രീ തന്നെ ഹിജാബിനെതിരെ നിലപാടെടുക്കുന്നു എന്നുള്ളത് അത് ന്യായീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടുമായി രംഗത്തെത്തി. അതുപോലെ തന്നെ മറ്റ് മതസംഘടനകൾ, സാംസ്കാരിക സംഘടനകളൊക്കെ ഇവരുടെ ഈ ഒരു നിലപാട് ശരിയല്ല എന്നുള്ള അഭിപ്രായം തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാസ പോലുള്ള സംഘടനകൾ, ക്രൈസ്തവ വിഭാഗത്തിലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ചില സംഘടനകൾ ഈ കന്യാസ്ത്രീയെ ന്യായീകരിച്ചും രംഗത്തെത്തി. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം കൊല്ലം മൈനാഗപ്പള്ളിയിലെ ആയിഷ എന്ന് പറയുന്ന ഒരു കൊച്ചു പെൺകുട്ടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദുവിനെ വേദിയിൽ നിർത്തിക്കൊണ്ട് നടത്തിയ ഒരു പ്രസംഗം അതിപ്പോൾ വൈറലാണ്. നിങ്ങളൊക്കെ ആ പ്രസംഗം കണ്ടു കാണും. ആ പെൺകുട്ടി സദസ്സിലുണ്ടായിരുന്ന ഒരു കുട്ടിയുടെ തട്ടം തലയിൽ അണിഞ്ഞുകൊണ്ട് എന്നെ കാണുമ്പോൾ ആർക്കെങ്കിലും ഭയമുണ്ടോ? ഇനി അങ്ങനെ ആർക്കെങ്കിലും ഭയം തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞതോടുകൂടി ശക്തമായ ഒരു മറുപടി ഈ ഹിജാബിനെ എതിർക്കുന്ന ആളുകൾക്ക് കിട്ടിയതോടുകൂടി ഇപ്പോൾ തലമും വിലങ്ങും കാണുന്നവരെയൊക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചില തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ. അവരെ ന്യായീകരിച്ചുകൊണ്ട് ചില മഞ്ഞ ചാനലുകളും രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ആ മഞ്ഞ ചാനലിന്റെ പേര് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, എങ്കിൽ കൂടെ ഞാൻ പറയുകയാണ്. മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനൽ ആദ്യം കന്യാസ്ത്രീ സ്വീകരിച്ച നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തിയ മറുനാടൻ ഇപ്പോൾ മറുകണ്ഠം ചാടിയിട്ടുണ്ട്, മലക്കം മറിഞ്ഞു. എന്തായാലും മറുനാടൻ എന്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇവിടെ കേരളത്തിലെ പൊതുസമൂഹം ഈ കന്യാസ്ത്രീയുടെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള പിഴവ് സംഭവിച്ചു എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏവരും ഒരേ സ്വരത്തിൽ തന്നെ ഈ കന്യാസ്ത്രീ അല്ലെങ്കിൽ ഈ സ്കൂൾ സ്വീകരിച്ച നിലപാട് ശരിയല്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശക്തമായ ഒരു നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചത്. അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി കിട്ടി. എന്നിട്ടും ഇപ്പോൾ കിടന്നു മെഴുകുകയാണ്. ഈ കന്യാസ്ത്രീ ചെയ്തത് ശരിയാണ്, അല്ലെങ്കിൽ അവരെ ഇപ്പോൾ ആക്ഷേപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്ന രീതിയിൽ അത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ അവർക്കെതിരെ ഉണ്ടാകാൻ പാടില്ല, അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞാണ് പലരും മെഴുകുന്നത്. എന്തായാലും വ്യക്തിപരമായ ഒരാളെ അധിക്ഷേപിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. തെറ്റുകൾ സംഭവിക്കാം, അത് തിരുത്തി മുന്നോട്ട് പോവുക. അത്തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കുമ്പോൾ വിമർശനങ്ങൾ ഉയർന്നു വരാം, അതും സ്വാഭാവികമാണ്. എന്തായാലും ഇപ്പോൾ ഈ കന്യാസ്ത്രീയെ ന്യായീകരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു രൂപവുമില്ലാത്ത അവസ്ഥയിലേക്ക് മറുനാടനെ പോലുള്ള ആളുകൾ പോയിട്ടുണ്ട്. എന്തായാലും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ സെന്റ് റീത്താസ് സ്കൂളിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു വിഷയം ഉയർന്നു വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആളുകൾ ഉണ്ട് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ അപ്പുറം ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ തെറ്റുകൾ ചെയ്തിട്ടുള്ള ചില ഇത്തരത്തിലുള്ള സ്കൂളുകൾ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എവിടെയാണ് ആ സ്കൂൾ, എന്താണ് ആ സ്കൂളിന്റെ പേർ എന്നൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. കാരണം ആ വിഷയം അവസാനിച്ചു പോയതാണ്. അതെങ്ങനെ അവസാനിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിലുള്ള ഒരു സ്കൂൾ. ഈ സ്കൂളിൽ സ്ഥിരമായി ഒരു വിദ്യാർത്ഥിയെ പല വിധത്തിലും അധ്യാപികയായിട്ടുള്ള സിസ്റ്റർ പീഡിപ്പിക്കുന്നു. അതായത് മാനസികമായും ശാരീരികമായും ഒക്കെ കുട്ടിയെ പീഡിപ്പിക്കുന്നു. കുട്ടി ക്ലാസ്സിലെത്തിയാൽ കുട്ടിയെ കൊണ്ട് ആ ക്ലാസ്സിലെ മറ്റ് കുട്ടികളൊക്കെ പുറത്ത് കളയുന്ന മറ്റു മാലിന്യങ്ങൾ, വേസ്റ്റ് ഒക്കെ ഈ കുട്ടിയെ കൊണ്ട് പറക്കിക്കുന്നു. അതെല്ലാം കൊണ്ടുവന്ന് ഒരു ബാസ്ക്കറ്റിൽ ഇടുന്നു. വീണ്ടും ആ ബാസ്ക്കറ്റ് ഈ സിസ്റ്റർ അത് പുറത്തു കൊണ്ടുപോയി കൊട്ടുന്നു. ഈ കുട്ടിയെ കൊണ്ട് അത് എടുപ്പിക്കുന്നു. കുട്ടിയെ ഡെസ്കിന് മുകളിൽ കയറ്റി നിർത്തുന്നു. കുട്ടിയെ ചീത്ത പറയുന്നു, ഉപദ്രവിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു സംഭവം സ്ഥിരമായപ്പോൾ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഒരിക്കൽ എന്നെ കാണാനെത്തി. എന്നോട് ഇത്തരത്തിലൊരു സംഭവം സ്ഥിരമായി ഉണ്ടാകുന്നു, ഈ വിഷയത്തിൽ ഒരു പരാതി കൊടുക്കണം എന്നാവശ്യപ്പെട്ടാണ് ഇവർ രംഗത്തെത്തിയത്. എന്തായാലും ഒരു പരാതി കൊടുക്കണം എന്ന് പറഞ്ഞ് ആ കുട്ടിയും കുട്ടിയുടെ മാതാപിതാക്കളും വരുമ്പോൾ മറുപക്ഷത്തിന് എന്താണ് പറയാനുള്ളത് എന്നുകൂടെ അന്വേഷിക്കുന്നതാണ് ശരി എന്ന് മനസ്സിലാക്കിയ ഞാൻ ഈ സ്കൂളിന്റെ അധികാരികളായിട്ടുള്ള ആളുകൾ, അവിടുത്തെ ഫാദർ, അതുപോലെ തന്നെ സ്കൂളിലെ PTA പ്രസിഡന്റ്, സ്കൂളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, ഇവരെയൊക്കെ ഞാൻ വിളിച്ചു. എന്താണ് സംഭവം? ഇങ്ങനെ ഒരു പരാതിയുണ്ട്, ഈ പരാതി കൊടുത്താൽ നടപടി ഉണ്ടാകും. ഈ സിസ്റ്റർക്ക് ഇതിനെ കുറിച്ച് വല്ലതും പറയാനുണ്ടോ? അവരുടെ ഭാഗത്ത് അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന്
ഞാൻ ഈ സ്കൂൾ മാനേജ്മെന്റുമായി വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഇവരെല്ലാവരും ചേർന്ന് എന്റെ വീട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ കന്യാസ്ത്രീ വന്നു, അവിടുത്തെ വികാരി അച്ഛൻ വന്നു, PTA പ്രസിഡന്റ് വന്നു, അതുപോലെ തന്നെ ആ സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ നേരിട്ട് എന്റെ വീട്ടിലെത്തി. ഈ കുട്ടിയും മാതാപിതാക്കളും എന്റെ വീട്ടിലുണ്ട്. എന്തായാലും ഇവർ വന്ന് കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിച്ചു. അച്ഛനാണ് ഈ വിഷയത്തിൽ എന്നോട് സംസാരിക്കുന്നത്. അച്ഛനോട് ഞാൻ പറഞ്ഞു, കുട്ടി ഇങ്ങനെയാണ് പറയുന്നത്, ഈ സിസ്റ്ററുടെ ഭാഗത്ത് അത്തരത്തിലൊരു പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ സിസ്റ്റർ തന്നെ പറയുകയാണ്, യഥാർത്ഥത്തിൽ എല്ലാവരും ഞെട്ടിപ്പോയി. സിസ്റ്റർ പറയുന്നു, എന്റെ ഭാഗത്ത് പിഴവ് സംഭവിച്ചിട്ടുണ്ട്, എന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അതിലെനിക്ക് കുറ്റബോധമുണ്ട്. അപ്പോഴത്തെ ആ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ ചെയ്തു പോയതാണ്, ഈ കുട്ടിയെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ സിസ്റ്റർ കരയുകയാണ്. എന്തായാലും ആ ഒരു സമയത്ത് തന്നെ ഈ ഫാദർ പറയുന്നു, ഈ സിസ്റ്റർക്കെതിരെ നടപടി ഉണ്ടാകും, ഈ കുട്ടി അവിടെ തന്നെ പഠിക്കണം, കുട്ടിയുടെ പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കൊള്ളാം, സിസ്റ്ററെ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റിക്കോളാം, ഇനി ഈ കുട്ടിയുടെ ക്ലാസ്സിലേക്ക് ആ സിസ്റ്റർ വരില്ല എന്ന ഒരു തീരുമാനം എടുക്കുകയാണ്. എന്തായാലും അവിടെ വെച്ച് ഈ കുട്ടി കരയുകയാണ്. കരഞ്ഞുകൊണ്ട് തന്റെ അധ്യാപികയായിട്ടുള്ള സിസ്റ്ററെ പോയി കെട്ടിപ്പിടിക്കുന്നു. സിസ്റ്റർ അവിടെ നിന്ന് എങ്ങോട്ടും പോകണ്ട, എനിക്ക് സിസ്റ്ററോട് പരാതിയില്ല, ഞാൻ ആ പരാതിയെല്ലാം മറന്നു, സിസ്റ്റർ കരയരുത് എന്ന് പറഞ്ഞ് സിസ്റ്ററെ പോയി കെട്ടിപ്പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം, ആ കുട്ടി ആ വിഷയം മറക്കാനും പൊറുക്കാനും തയ്യാറായി, അങ്ങനെ ആ വിഷയം അവസാനിച്ചു പോവുകയാണ് ഉണ്ടായത്. പിന്നീട് പരാതിയൊന്നും ഉണ്ടായില്ല. കുട്ടിക്കും കുട്ടിയുടെ മാതാപിതാക്കൾക്കും പരാതിയില്ല. സ്കൂൾ മാനേജ്മെന്റിനാണെങ്കിൽ ഈ വിഷയം പുറത്തറിയുന്നത് അവർക്ക് താല്പര്യമില്ല. കുട്ടി അത് മറന്നു, പുറത്തു കൊടുത്തു. അങ്ങനെ ആ വിഷയം അവസാനിച്ചു. അത്തരത്തിൽ എത്രയോ വിഷയങ്ങൾ അവസാനിച്ചു പോകുന്നുണ്ട് എന്ന ഒരു കാര്യം, എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അത്തരത്തിലുള്ള ഒട്ടനവധി സംഭവങ്ങളുടെ ഒരു തുടർച്ച മാത്രമാണ് സെന്റ് റീത്താസിലെ ഈ ഹിജാബ് വിവാദം എന്ന കാര്യം നമുക്കൊക്കെ അറിയാം. എത്രയോ ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികൾ, ഈ ആശുപത്രികളിലൊക്കെ നമ്മളൊക്കെ പണം കൊടുത്താണ് അവിടെ ചികിത്സ തേടുന്നത്. ആശുപത്രി വാർഡിൽ കിടക്കുമ്പോഴും അതുപോലെ തന്നെ ആശുപത്രി റൂമിൽ കിടക്കുമ്പോഴും പണം കൊടുത്ത് റൂമിൽ കിടക്കുമ്പോഴും ഒക്കെ അവിടെ ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഫോട്ടോകളാണ് പ്രദർശിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആശുപത്രികളിലൊക്കെ വൈകുന്നേര സമയങ്ങളിലും അതുപോലെ തന്നെ രാത്രി സമയങ്ങളിലും ഒക്കെ പ്രാർത്ഥനകൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ അത്തരത്തിലുള്ള പ്രാർത്ഥനകളുടെ ആവശ്യമുണ്ട്. നമ്മളൊക്കെ പണം കൊടുത്താണ് അവിടെ ചികിത്സ തേടുന്നത്. ആരെങ്കിലും ക്രൈസ്തവ വിഭാഗവുമായി ബന്ധപ്പെട്ട്, ആ മതവിഭാഗവുമായി ബന്ധപ്പെട്ട വിശ്വാസം ഉള്ളത് കൊണ്ടല്ല അത്തരം സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പോകുന്നതും ചികിത്സ തേടുന്നതും. എന്തായാലും ഇവിടെ സെന്റ് റീത്താസ് സ്കൂളിലെ ആ കന്യാസ്ത്രീയുടെ ഭാഗത്ത് വലിയൊരു പിഴവ് സംഭവിച്ചു. ഒട്ടനവധി പിഴവുകളുടെ ഒരു തുടർച്ച, അതായത് സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങൾ അവിടെയും ഉണ്ടായി. അങ്ങനെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ചില അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. എന്തായാലും അത്തരത്തിലൊരു പിഴവ് സംഭവിച്ചു. അത് പിഴവാണ് എന്ന് ലോകം മുഴുവൻ, അത് കണ്ട ആളുകളും കേട്ട ആളുകളും ഒക്കെ അത് മനസ്സിലാക്കി. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായി. കോടതിയുടെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടായി, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടായി. ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടായപ്പോൾ ഇവരെ വെള്ളപൂശുന്നതിനു വേണ്ടി ചില ആളുകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ കാസ ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ബുർക്ക ധരിച്ച ആളുകളോടും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വേർതിരിവൊന്നുമില്ല, അവരുമായും ഞങ്ങൾ ചേർന്ന് പ്രവർത്തിക്കും എന്നൊക്കെ പറഞ്ഞാണ് കാസയുടെ ഒരു പോസ്റ്റ്. എനിക്കൊരു കാര്യം കാസയോട് പറയാനുള്ളത്, തന്തയ്ക്ക് സ്ഥിരമില്ലാത്ത പരിപാടി കാണിക്കരുത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കാസ ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച ഒരു പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽ വരികയാണ്. കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ പുറത്തിറങ്ങിയ സമയത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് പർദ്ദ ധരിച്ച് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ ചാക്കിൽ പൊതിഞ്ഞ മാതിരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റം മോശമായിട്ടുള്ള ഒരു പ്രതികരണമാണ് കാസ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. അത്തരത്തിലൊരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് അതിന് കൊടുത്ത ഒരു ക്യാപ്ഷൻ ഇത്തരത്തിലുള്ളതായിരുന്നു. എന്തായാലും ആ കാസയെ പോലും വെള്ളപൂശുന്നതിന് വേണ്ടി ചില ആളുകളൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഇവരിപ്പോൾ വെള്ളപൂശുന്നതിന് വേണ്ടി ശ്രമം നടത്തി സമൂഹ മാധ്യമങ്ങളിൽ കിടന്ന് മെഴുകുകയാണ്. എന്തായാലും ഇനിയെങ്കിലും തിരുത്താൻ ശ്രമിക്കുക, ഇത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക, അതിനുവേണ്ടിയുള്ള ഉപദേശങ്ങൾ കൊടുക്കുക എന്ന് മാത്രമാണ് ഈ വെള്ളപൂശാൻ ഇറങ്ങിത്തിരിച്ച ആളുകളോട് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.